പിറ്റേ ദിവസം നേരത്തെ തന്നെ പെൺപിള്ളേർ എല്ലാവരും എഴുന്നേറ്റിരുന്നു. രാവിലെ തന്നെ അവർ ജോലി എല്ലാതും തീർത്ത് ഭക്ഷണമുണ്ടാക്കി വെച്ചു. നാളെയാണ് വിഷു. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവർ ഇന്ന് തന്നെ നടത്തി ശരിയാക്കി വെച്ചു. അപ്പോഴാണ് അവിടേക്ക് മൗനി വന്നത്. അവൾ ഓടിച്ചാടി അവരുടെ അടുത്ത് വന്ന് നിന്നു. എന്താണ് ചേച്ചിമാർ? മൗനി ചോദിച്ചു. ആ വന്നോ, നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോകണം. കഴിച്ചു കഴിഞ്ഞിട്ട് പോവാം, ദേവു പറഞ്ഞു. അതിന് എവിടെ ചേട്ടന്മാർ? മൗനി ചോദിച്ചു. അവരെല്ലാവരും കുളിക്കാൻ കയറിപ്പോയിരിക്കുക. ഇങ്ങ് വന്നോളൂ, മീനു പറഞ്ഞു. നിന്റെ അജു എഴുന്നേറ്റിട്ടില്ല. ചെല്ല്, നീ ചെന്ന് വിളിച്ചാലേ അവൻ എഴുന്നേൽക്കൂ, വിന്ദ പറഞ്ഞു. ചങ്കിടാ എന്ന് പറഞ്ഞ് മൗനി മുകളിലേക്ക് ഓടിച്ചെന്ന് കയറിപ്പോയി. അയ്യോ എടി, വേദ ഒച്ച വെച്ചു. എന്താ അടി കിടന്ന് ബഹളം വെക്കുന്നത്? മീനു ചോദിച്ചു. എടി, ഇന്നലെ അജുവിൻ്റെ റൂം എബിക്ക് കൊടുത്തതല്ലേ, അത് നിങ്ങൾ മറന്നോ? വേദ പറഞ്ഞു. ദൈവമേ, ആ തുള്ളിച്ചാടിപ്പോയത് എബിയുടെ വായിലാണെങ്കിൽ അവൾ തീർന്നു, ദേവു പറഞ്ഞു. ആ എന്തായാലും ആവട്ടെ, അവൾ പോയതല്ലേ, ഒരു പരിചയപ്പെടലാവാമല്ലോ, വിന്ദ പറഞ്ഞു. ആ അത് ശരിയാണ്, നമ്മൾ വിളിക്കാൻ പോവണ്ട, എന്തേലും ആവട്ടെ, മീനു പറഞ്ഞു. എന്നാലും മൗനി, വേദ പറഞ്ഞു. ആ അവർ പരിചയപ്പെടട്ടേടി, മീനു പറഞ്ഞു. അധികം ആരോടും സംസാരിക്കാത്ത എബിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന കാര്യം ഇന്നലെ ആൺപിള്ളേരായിട്ട് പറഞ്ഞത് പെൺപിള്ളേർക്ക് അറിയായിരുന്നു. മൗനി തുള്ളിച്ചാടി ഓടിക്കൊണ്ട് അജുവിൻ്റെ റൂമിലേക്ക്, അതായത് എബി കിടക്കുന്ന റൂമിലേക്ക് കയറി. അവിടെ തലവഴി പുതപ്പ് കൊണ്ട് മൂടിപ്പുതച്ച് കിടക്കുന്ന എബിയെ കണ്ട് അജു ആണെന്ന് തെറ്റിദ്ധരിച്ചു അവൾ. എടാ അജു, എഴുന്നേൽക്കടാ, എബിയുടെ പുറത്ത് മെല്ലെ അടിച്ചുകൊണ്ട് മൗനി വിളിച്ചു. എന്നാൽ ഒരു റെസ്പോൺസും ഇല്ലാതെ വന്നപ്പോൾ മൗനിക്ക് ദേഷ്യം വന്നു. അവൾ കൈവീശി അവൻ്റെ പുറത്ത് ഒരു അടി കൊടുത്തു. എന്നാൽ അടുത്ത നിമിഷം മൗനിയെ ബെഡിലേക്ക് ഒരു വേഗത്തിൽ പിടിച്ചു വലിച്ചിട്ടുകൊണ്ട് മൗനിയുടെ നേരെ കൈ ഓങ്ങിയിരുന്നു എബി. തൻ്റെ സൈഡിലായി കിടക്കുന്നത് ഒരു പെൺകുട്ടിയാണ് എന്ന് കണ്ടതും എബിയുടെ കൈകൾ താഴ്ന്നു. അജുവിന് പകരം തൻ്റെ മുഖത്തിന് നേരെ ഒരടി വ്യത്യാസം മാത്രം അകലത്തിൽ നിൽക്കുന്നവനെ കണ്ട് മൗനി ഒന്ന് ഞെട്ടിയിരുന്നു. അവൻ്റെ മുടിയിഴകൾ അവളുടെ നെറ്റിയിൽ തലോടിയിട്ട് പോയിക്കൊണ്ടിരുന്നു. മൗനി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കിടന്നു. എബി പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും അകന്നു മാറിയിട്ട് കട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് നീങ്ങിയിരുന്നു. അവൻ തൻ്റെ മുന്നിൽ നിന്നും മാറിയതും മൗനി വേഗത്തിൽ കട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് നീങ്ങിയിരുന്നു. ഞാൻ അജു ആണെന്ന് കരുതി, മൗനി മെല്ലെ അവനെ നോക്കാതെ പറഞ്ഞു. നന്നായി നീ പെണ്ണായി പോയത്, ഇല്ലെങ്കിൽ മുഖം ചതച്ച് കളഞ്ഞേനെ ഞാൻ, ഗൗരവത്തിൽ എബി പറഞ്ഞു. അതോടെ മൗനി ഞെട്ടിക്കൊണ്ട് ഇരുന്നിടത്ത് നിന്നും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തിരിഞ്ഞു നടന്നു. പിന്നെ ഇതല്ല, ഇന്നലെ മുതൽ അജുവിൻ്റെ മുറി അപ്പുറമാണ്. അവനാണെന്ന് കരുതി ഇതുപോലെ ഇങ്ങോട്ട് കയറി വന്നാൽ കണ്ണും മൂക്കും തിരിച്ചറിയാൻ പറ്റാത്തതുപോലെയാവും, എബി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ അജുവിനെ ഞാൻ വന്നിട്ട് വിളിച്ചത് ഈ റൂമിൽ നിന്നാ. താഴെ ചേച്ചിമാർ പറഞ്ഞില്ല ഇങ്ങനെയൊരു അവതാരപ്പിറവിയുള്ള കാര്യം, മൗനി പറഞ്ഞു. അവതാരപ്പിറവിയല്ല, ഞാൻ എബിൻ, എബിൻ പറഞ്ഞു. ഞാൻ മൗനിക, മൗനി പറഞ്ഞു. ഓ, അപ്പോൾ നീയാണ് മൗനിക അല്ലേ? ഇന്നലെ വന്നപ്പോൾ മുതൽ കേൾക്കുന്നത് നിന്റെ പേരാണ്. ഇത്ര രാവിലെ തന്നെ കാണാൻ പറ്റുമെന്ന് കരുതിയില്ല, എബി പറഞ്ഞു. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? മൗനിക ഒരു സംശയത്തോടെ ചോദിച്ചു. ബോസ്, നീയാണ് എൻ്റെ അസിസ്റ്റൻറ്റ്. സൂപ്പർ മാർക്കറ്റിൽ നീ എൻ്റെ കൂടെയാണ് ജോലി ചെയ്യേണ്ടത്, എബി ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. ഓക്കെ ബോസ്, ഇപ്പോൾ തിരക്കാണ്, പിന്നെ ബഹുമാനിക്കാം, ഇപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് മൗനി പോയി. അഹങ്കാരി, എബി മെല്ലെ പിറുപിറുത്തു. ഇതാണ് എബിൻ തോമസ്. മാളിയേക്കൽ തറവാട്ടിലെ തോമസിൻ്റെയും ജീനയുടെയും ഒരേ ഒരു മകനാണ് എബിൻ എന്ന എബി. എബിയുടെ അച്ഛനായ തോമസിൻ്റെ മരണത്തോടെയാണ് കഷ്ടപ്പാട് എന്താ എന്ന് എബിയും അമ്മയും അറിഞ്ഞത്. ബന്ധുക്കൾ തിരിഞ്ഞു നോക്കാതെ ആ വീട്ടിൽ മുഴുവൻ പട്ടിണി കിടന്ന എബിയെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീന നല്ല പോലെ വളർത്തിക്കൊണ്ടുവന്നത്. അവനെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കുന്നത് വരെ ആ അമ്മ കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇന്നിപ്പോൾ ആ അമ്മ സമാധാനമായിട്ട് താമസിക്കുന്നു. അതിന് കാരണം എബിയുടെ കഠിനാധ്വാനവും ജോലിയിലുള്ള ആത്മാർത്ഥതയുമാണ്. ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടത് കൊണ്ടാകും അവന് പെട്ടെന്ന് ദേഷ്യം വരും. എങ്കിലും എല്ലാവരോടും സമാധാനപരമായാണ് എബി ഇടപഴകാറുള്ളത്. അതുതന്നെയാണ് എബിയെ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. നീട്ടി വളർത്തിയ താടിയും ചുരുണ്ട മുടിയുമാണ് എബിയുടെ. അവൻ്റെ ആ മുഖത്തിന് ചേർന്നതും അതുതന്നെയാണ്. ചിരിക്കുമ്പോൾ നുണക്കുഴി തെളിയുന്ന കവിളുകളും വലിയ വണ്ണമില്ലാത്ത ശരീരപ്രകൃതിയുമാണ്. പ്രണയം, കല്യാണം അങ്ങനെയുള്ള ഒരു ബന്ധത്തിനോടും അവന് ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് വേറെ ഒരു കാര്യം. എങ്കിലും ഒത്തിരി ഓഫീസ് സ്റ്റാഫ് പെൺപിള്ളേരുടെ ഒരു ആരാധനാ കഥാപാത്രമാണ് ബോസും മാനേജറും. എന്നാൽ അതുപോലെ തന്നെ ദേഷ്യത്തിൻ്റെ കാര്യത്തിലും സ്റ്റാലിനും എബിയും ഒരുപോലെയാണ്. സ്റ്റാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാഫ് കൂടെയാണ് ആ എബിൻ. അതുകൊണ്ടാണ് അവന് മാനേജറായതും. മൗനി താഴേക്ക് വരുമ്പോൾ അവിടെ ധ്രുവനും ആദിയും ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം എബിയുടെ കയ്യിൽ നിന്നും കാര്യമായി എന്തോ കിട്ടിയിട്ടുണ്ട് എന്ന്. എന്താ മൗനി, അജു എഴുന്നേറ്റില്ലേ? ദേവു ചോദിച്ചു. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു, ഒരു വാക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? മൗനി ചോദിച്ചു. എന്ത് പറ്റി? ധ്രുവൻ ചോദിച്ചു. അത് ആ കാലമാടൻ എന്നെ തല്ലിയില്ല എന്നേ ഉള്ളൂ. ഞാൻ പേടിച്ചുപോയി, മൗനി പറഞ്ഞു. ശരിക്കും എന്താ ഉണ്ടായത്? ആദി ചോദിച്ചു.
അതായത് ആദ്യേട്ടാ, ഇവൾ ഇവിടേക്ക് വന്നപ്പോൾ ദേ കുഞ്ഞാറ്റ പറഞ്ഞു അജുവിനെ വിളിച്ചിട്ട് വായോ എന്ന്. അത് കേട്ട വഴി അവൾ അജുവിനെ വിളിക്കാനായിട്ട് ഓടി. അതുകൊണ്ട് അജുവിൻ്റെ റൂമിൽ എബിയാണ് എന്ന് പറയാൻ ഞങ്ങളും വിട്ടു. ദേവു പറഞ്ഞു. ഇപ്പോൾ എബിയുടെ കയ്യിൽ നിന്നും കാര്യമായിട്ട് കിട്ടിയിട്ടുള്ള നിൽപ്പാണിത്. മീനു പറഞ്ഞു. ആണോ മൗനി മോളെ? സാരല്ല, അവനെ ഞങ്ങളുടെ ഒരു അനിയനാണ്. ഇവിടെ കാണും കുറച്ച് ദിവസം. അവന് നല്ല ദേഷ്യക്കാരനാണ്, ധ്രുവൻ പറഞ്ഞു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നെ അസിസ്റ്റ് ചെയ്യാനായി അവനുണ്ടാകും കൂടെ കേട്ടോ, ആദി പറഞ്ഞു. നന്നാവും. മൗനി അതും പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് അവിടേക്ക് സ്റ്റാലിനും ആകാശും അജുവും വന്നത്. ഹലോ മൗനി മോളെ, നീ ഇടം മാറി കയറി എബി കിടന്ന റൂമിൽ പോയിട്ട് ആട്ട് വാങ്ങിയോ? അജു ചോദിച്ചു. അത് പിന്നെ നിന്റെ റൂമാണെന്ന് കരുതി കയറിയതാടാ, എനിക്കറിയില്ലായിരുന്നു, മൗനി പറഞ്ഞു. സാരല്ല, നീ രക്ഷപ്പെട്ടിങ്ങ് വന്നല്ലോ, അത് മതി എന്ന് പറഞ്ഞ് അജു അവളെ ചേർത്ത് പിടിച്ചു. അത് കണ്ടുകൊണ്ടാണ് എബി വരുന്നത്. അപ്പോൾ തന്നെ അവൻ ഊഹിച്ചു ഇത്രയും സ്വാതന്ത്ര്യത്തോടെ റൂമിലേക്ക് കയറി വന്നത് ഇവർ പ്രണയത്തിലായത് കൊണ്ടാണ് എന്ന്. ആ എബി വന്നോ? നീയും കൂടെ വന്നിട്ട് ഫുഡ് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു, വേദ പറഞ്ഞു. ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നേരം വൈകിയത്, എബി പറഞ്ഞു. അതൊന്നും സാരല്ല എബി, ഒരു വർക്കുമില്ലാത്ത ഈ അജു എണീക്കുന്നതും ഇപ്പോഴാ, മീനു പറഞ്ഞു. എണീച്ചിട്ട് എന്തിനാ? അവൻ കൊച്ചല്ലേ, മൗനി പറഞ്ഞു. ആ നല്ല കൊച്ചാണ്, ദേവു പറഞ്ഞു. അതെ, ഇവനെൻ്റെ നല്ല കൊച്ചാണ് അല്ലേടാ അജുമോനെ, മൗനി പറഞ്ഞു. അതേടി മൗനി മോളെ, അജുവും പറഞ്ഞു. അങ്ങനെ ദേവു എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. ശേഷം അവർക്കും എല്ലാവരും കഴിച്ചു തുടങ്ങി. എല്ലാവരും സൈലൻ്റ് ആണെങ്കിലും മൗനി മാത്രം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എബിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒന്നും മിണ്ടാതെ ഇരുന്ന് കഴിച്ചൂടെ? എന്തിനാ ഇങ്ങനെ കലപില വയ്ക്കുന്നത്? എബി ചോദിച്ചു. എൻ്റെ വായ, എൻ്റെ നാവ്, ഞാൻ ഇഷ്ടമുള്ളത് പറയും, അതിന് തനിക്കെന്താ? മൗനി ചോദിച്ചു. അത് കേൾക്കുന്നത് ഞങ്ങളാണ്. പിന്നെ താനെന്ന് ഇനി മേലാൽ വിളിച്ചാൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം, എബി പറഞ്ഞു. അതോടെ മൗനി ബാക്കിയുള്ളവരെ നോക്കി. അവരൊന്നും മിണ്ടാതെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ദേവും മീനയും വിന്ദയും വേദയും ചിരി അടക്കാൻ നല്ലതുപോലെ പാടുപെടുന്നുണ്ടായിരുന്നു. പിന്നെ മൗനി ഒന്നും മിണ്ടാതെ ഇരുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങി. മൗനി വീണ്ടും അജുവിനോട് എന്തൊക്കെയോ കലപില പറഞ്ഞുകൊണ്ടേയിരുന്നു. എബിക്ക് മതിയായ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അവനത് അടക്കി പിടിച്ചു നിന്നു. എബി, ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്, അപ്പോൾ നീ കൂടെ വരണം കേട്ടോ, ധ്രുവ് പറഞ്ഞു. ആ ഞാൻ വരാം, വിഷുവിൻ്റെ അന്ന് ഞാൻ ഇവിടെ കാണില്ല, എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പോകണം, അവിടെ ഒറ്റയ്ക്കാ, എബി പറഞ്ഞു. എന്തിനാ അമ്മയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നേ? എബി ഒറ്റ മകനാണോ? ദേവ് ചോദിച്ചു. അതെ, അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മച്ചി നല്ല പോലെ കഷ്ടപ്പെട്ടാ എന്നെ വളർത്തിയേ. ഇപ്പോൾ ഇങ്ങനെയൊരു നിലയിൽ ഞാൻ എത്തിയപ്പോൾ ആ അമ്മച്ചിക്ക് എന്നെ കാണാൻ കിട്ടാതെയായി, എബി ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഒരു കല്യാണം കഴിച്ചൂടെ എബിക്ക്? മീനു ഒരു ചിരിയോടെ ചോദിച്ചു. അത് കേട്ടതും മൗനി മുഖമുയർത്തി എബിയെ നോക്കി. അവൻ അവളെയും. ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം മുടക്കി. എനിക്ക് ആ വക കാര്യങ്ങളോട് താല്പര്യമില്ല, ഇങ്ങനെ ഫ്രീ ആയി നടക്കണം, എബി മൗനിയിൽ നിന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു. എബിയുടെ സംസാരം കേട്ട് ഒരു പുച്ഛച്ചിരി മൗനിയിൽ വിരിഞ്ഞു. അവൻ്റെ സ്വഭാവം മൗനിക്കും ഇഷ്ടമായില്ലെന്ന് വേണം പറയാൻ. എല്ലാവരും ഒരു ചിരിയോടെ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. പെൺപിള്ളേർ എല്ലാവരും അവിടെ വൃത്തിയാക്കി എല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് പോയാലോ ഷോപ്പിങ്ങിന്? ഒത്തിരി ഐറ്റംസ് വാങ്ങാനുള്ളതല്ലേ, ധ്രുവ് ചോദിച്ചു. ആദ്യം തുണിക്കടയിലും പിന്നെ പച്ചക്കറി ഷോപ്പിലും. ആ അങ്ങനെ പോവുമല്ലോ, ആദി പറഞ്ഞു. ഇതൊക്കെ വാങ്ങണം ആദിയേട്ടാ, വിഷു അല്ലേ, ഇവിടെ വന്നിട്ട് ആദ്യത്തെ ആഘോഷം നല്ലതുപോലെ ആക്കണം. പരസ്പരം വിഷുക്കോടിയൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു കൈനീട്ടമെങ്കിലും തരണം, മീനു പറഞ്ഞു. കൈനീട്ടിയൊന്ന് തരട്ടെ, ധ്രുവ് ചോദിച്ചു. പോടാ ദുഷ്ടനേട്ടാ, മീനു പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് കുഞ്ഞി വന്നത്. അവൾ വന്നത് കണ്ട് അജുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അത് കൃത്യമായി മൗനി കണ്ടുപിടിക്കുകയും ചെയ്തു. ആ കുഞ്ഞി, നീയും വന്നോ? സ്റ്റാലിൻ ചോദിച്ചു. എന്താണ് എല്ലാവരും ബിസിയാണോ? കുഞ്ഞി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. ഏയ് ഇല്ല, നമ്മളെല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോവാ, അതിനു വേണ്ടിയുള്ള സെറ്റാവലാണ്, ദേവു പറഞ്ഞു. ഞാനും വരുന്നുണ്ട്, മൗനിയെയും അജുവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് കുഞ്ഞി പറഞ്ഞു. അതിനെന്താ, വന്നോളൂ, നീയും കൂടെ ഉണ്ടിൽ സൂപ്പറാണല്ലോ, മൗനി പറഞ്ഞു. ഇതാരാ? എബിയെ നോക്കി കുഞ്ഞി ചോദിച്ചു. ഇത് എബിൻ, ഞങ്ങളുടെ അനിയനാണ്. എബി, ഇത് കുഞ്ഞി, ഇവിടെ ഉള്ളതാ, ആദി പറഞ്ഞു. ഹായ്, എബി പറഞ്ഞു. ഹലോ, തിരിച്ചു കുഞ്ഞിയും പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് കാറിൽ പോവേണ്ടത് എന്നുകൂടെ പറയോ, അജു ചോദിച്ചു. ഞാനും ആദിയും അജുവും കുഞ്ഞാറ്റയും സ്റ്റാലിൻ മീനുവും ആകാശം വേദയും കൂടെ ഒരു കാറിൽ വരാം. നിങ്ങൾ പിള്ളേർ 4 പേരും കൂടെ എബിയുടെ കൂടെ കാറിൽ വന്നു, ധ്രുവ് പറഞ്ഞു. അത് മതി, എബിക്ക് കുറച്ച് മെച്യൂരിറ്റി ഉണ്ട്, ഇവനെ പോലെയല്ല, മീനു പറഞ്ഞു. എന്നാൽ കുറച്ച് മെച്യൂരിറ്റി ഇട്ട് പുഴുങ്ങി തിന്നാൻ പറ. അല്ല പിന്നെ, മൗനി പറഞ്ഞു. മതി, ഇനി വഴക്ക് വേണ്ട, ചെല്ല്, പോയി കാറിൽ കയറാൻ നോക്ക്. വേദമോളെ, വാതിൽ പൂട്ടണം കേട്ടോ, സ്റ്റാലിൻ പറഞ്ഞു. ആ ശരി ചാച്ച, വേദ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കാറിൽ കയറി. ആദ്യം പോയത് സ്റ്റാലിൻ ഓടിച്ച വണ്ടിയാണ്.
കുഞ്ഞ് ബാക്ക് സീറ്റിൽ കയറിയപ്പോൾ അവളുടെ കൂടെ അജുവും ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. അതുകൊണ്ട് മൗനി എബിയുടെ കൂടെ ഒപ്പം കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കേണ്ടി വന്നു. എന്തോ എബിയുടെ അടുത്തിരിക്കുമ്പോൾ അവളിലൊരു അസ്വസ്ഥത പടർന്നു പിടിച്ചിരുന്നു. എബിനും അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഓരോ നോട്ടം കൊണ്ടും പ്രണയത്തിലായിക്കൊണ്ടിരിക്കുകയായിരുന്ന അജുവും കുഞ്ഞിയും. അങ്ങനെ അവരുടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 1 മണിക്കൂറിനുള്ളിൽ അവർ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. അതൊരു തുണിക്കടയായിരുന്നു. വണ്ടി നിർത്തിയപ്പോൾ തന്നെ ആദ്യം മൗനി ചാടി ഇറങ്ങിയിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഇറങ്ങി. കുഞ്ഞി മൗനിയുടെ കൂടെ അവിടെ നിന്നു. എബി അജുവിൻ്റെ കൂടെയും. ഇവിടുന്ന് തുണിയെടുത്തിട്ട് നമുക്ക് വേറെ ഷോപ്പിലേക്ക് പോകണം. പിന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കണം കേട്ടല്ലോ. എന്താ വേണ്ടത് എന്ന് വെച്ചാൽ വാങ്ങിയിട്ട് മര്യാദയ്ക്ക് ഇറങ്ങി വരിക. വഴക്കുണ്ടാക്കരുത്, ധ്രുവൻ പറഞ്ഞു. അതെ, ഇത് വീടല്ല, തുണിക്കടയാണ്, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ എല്ലാവരും ഡീസൻ്റായി. ദേവ് ധ്രുവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു. സ്റ്റാലിൻ മീനുവിൻ്റെ കയ്യിൽ പിടിച്ചു. ആദി വിന്ധ്യയുടെയും കൈ പിടിച്ച് ആകാശ് വേദയുടെയും കൈയും പിടിച്ചു. കുഞ്ഞിയും അജുവും അടുത്തടുത്താണ് നടന്നത്. എന്നാൽ എബിക്കും മൗനിക്കും ഇടയിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഡ്രസ് ഷോപ്പിൽ നിന്നും എല്ലാവർക്കും വേണ്ട ഡ്രസ്സെല്ലാം എടുത്തു. അത് കഴിഞ്ഞ് അവർ പോയത് പച്ചക്കറി കടയിലേക്കായിരുന്നു. അവിടെ നിന്നും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. പിന്നെ പോയത് ദൈവത്തിൻ്റെ ഫോട്ടോസും വിഗ്രഹങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു. അവിടെ നിന്നും വേണ്ടത് വാങ്ങി. പിന്നെയാണ് അവർ പടക്കക്കടയിലേക്ക് പോയത്. നിറയെ ഓലപ്പടക്കങ്ങളും മാലപ്പടക്കങ്ങളും കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഒരുപാട് വാങ്ങിച്ചു കൂട്ടി. അവിടെ നിന്നും ഇറങ്ങി. അവസാനം പോയത് തുളസിമാല, കണിക്കൊന്നൊക്കെ കിട്ടുന്ന കടയിലേക്കാണ്. അവിടെ നിന്നും വേണ്ടതെല്ലാം വാങ്ങി അവർ ഇറങ്ങി. ആൺപിള്ളേർ പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഡീസൻ്റ് ആയിരുന്നു. എബി ഉള്ളതുകൊണ്ട് മൗനി ഒന്നും മിണ്ടുകയോ പോലും ചെയ്തില്ല എന്നതാണ് കാര്യം. തിരിച്ചു വരുന്ന വഴിക്ക് കുഞ്ഞിയെ അവളുടെ വീടിൻ്റെ മുന്നിലും മൗനിയെ അവളുടെ വീട്ടിലും ആക്കിയിട്ടാണ് അവർ വന്നത്. അവർ വരുമ്പോൾ വൈകുന്നേരം 6 മണി ആയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ പെൺപിള്ളേർ പോയി കുളിച്ച് സന്ധ്യാവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം വാങ്ങിയതെല്ലാം ഒതുക്കി വയ്ക്കാൻ തുടങ്ങി. ആദ്യം തന്നെ കണിവയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് അവരെല്ലാവരും. പൂജാമുറിയിൽ അവർ വാങ്ങിയ കൃഷ്ണവിഗ്രഹം വെച്ചു. അതിനു മുന്നിൽ വലിയൊരു ഓട്ടുരുളി വെച്ചിട്ട് അതിൽ ഓരോ ഫ്രൂട്ട്സ് വെക്കാൻ തുടങ്ങി. മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ, പൈനാപ്പിൾ, മാങ്ങ, ചക്ക, ചെറുപഴം, വെള്ളരി തുടങ്ങിയവ കൊണ്ട് ആ ഉരുളി ഒരുപോലെ നിറച്ചു. ഒരു ഉരുളിയിൽ തന്നെ ഒരു കോടിമുണ്ടും കണ്ണാടിയും ഒരു കണിക്കൊന്നയുടെ പൂവും വെച്ചു. ഒരു ചെറിയ കിണ്ടിയിൽ വെള്ളം നിറച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നിലവിളക്ക് തിരിയിട്ട് വെച്ചു. അതോടെ അവരുടെ കണിയൊരുക്കൽ കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവർ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഒതുക്കി വെച്ചു. എല്ലാം കൊണ്ട് അവരുടെ വിഷു ഒരുക്കങ്ങൾ കഴിഞ്ഞു. ഭക്ഷണവും കഴിച്ച് അവർ എല്ലാവരും കഴിച്ച് കിടക്കാനായി പോയി. ദേവു റൂമിലേക്ക് വരുമ്പോൾ ധ്രുവ് ബാത്റൂമിലായിരുന്നു. കുളിക്കുന്ന സൗണ്ട് കേൾക്കാനുണ്ടായിരുന്നു. അവൾ ഒരു ചിരിയോടെ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ആ കട്ടിലിൽ ചെന്നിരുന്നു. കെട്ടിവെച്ച മുടി ഒന്നുകൂടി മുറുക്കി കെട്ടിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. ധ്രുവ് കുളിച്ചിറങ്ങി വന്നു. ഒരു ട്രാക്ക് പാൻറ്റും ബനിയനുമായിരുന്നു അവൻ്റെ വേഷം. ടവൽ കൊണ്ട് തല തുടച്ചു വരുന്ന ധ്രുവനെ നോക്കി ദേവു ഒന്ന് ചിരിച്ചു. എന്താണ് ഭാര്യയെ, ഇന്നത്തെ വിഷു ഒരുക്കങ്ങൾ കഴിഞ്ഞ് ക്ഷീണിച്ചോ? ധ്രുവ് ദേവുവിൻ്റെ അരികിലിരുന്ന് മെല്ലെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആ, തൽക്കാലത്തേക്ക്. ഇനി നാളെ നിലവിളക്കുകളെല്ലാം കത്തിക്കണം, തുളസിമാല അണിയിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ദേവു പറഞ്ഞു. നീ കുറച്ചുകൂടി സുന്ദരിയായല്ലോ അഞ്ചുമോളെ, ധ്രുവ് ദേവുവിൻ്റെ കഴുത്തിൽ മുഖമമർത്തിക്കൊണ്ട് പറഞ്ഞു. ആണോ? ദേവു ചോദിച്ചു. അതെന്നെ, സുന്ദരിയായിട്ടുണ്ട്, ധ്രുവ് പറഞ്ഞു. ആയിക്കോട്ടെ, ദേവു പറഞ്ഞു. ധ്രുവ് ദേവുവിനെ കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ സൈഡിലായി കിടന്നു. ദേവുവിൻ്റെ മുഖത്തേക്ക് ഒരു പുഞ്ചിരിയോടെ നോക്കി. നമുക്ക് ഹണിമൂൺ പോവേണ്ടേ അഞ്ചു? നമ്മൾ മാത്രമുള്ള ഒരു ലോകത്തേക്ക്? ധ്രുവൻ ചോദിച്ചു. എന്തിനാ ശിവേട്ടാ? ദേവു ചോദിച്ചു. ഹണിമൂൺ പോകുന്നത് എന്തിനാ പെണ്ണെ? നമ്മൾ മാത്രമുള്ള കുറച്ചു നിമിഷങ്ങൾ ആസ്വദിക്കാൻ, ധ്രുവ് പറഞ്ഞു. ആണോ? എന്നാൽ നമുക്ക് ഈ വിഷു കഴിഞ്ഞിട്ട് പോവാം, എന്നിട്ട് അടിച്ചു പൊളിക്കാം, ദേവു പറഞ്ഞു. നീ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ് അഞ്ചു, നീ എൻ്റെ മാത്രമാണ്, ധ്രുവൻ പറഞ്ഞു. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ദേവു പറഞ്ഞു. അപ്പോൾ 1 വർഷം കടന്നു പോയില്ലേ? അല്ലേ അഞ്ചു, നീ എൻ്റെ ഭാര്യയായിട്ട്? ധ്രുവ് ചോദിച്ചു. അതെ, 1 വർഷമായി, ദേവു പറഞ്ഞു. ധ്രുവ് ദേവുവിനെ കെട്ടിപ്പിടിച്ചു. ദേവു ധ്രുവനെ അവളുടെ ആ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ പെൺപിള്ളേർ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അവർ ഡ്രസ്സ് മാറി താഴെ ഹാളിലേക്ക് വന്നു. നീല കളർ സാരിയും അതിനോട് ചേർന്ന ചുവപ്പ് ബ്ലൗസുമാണ് ദേവുവിൻ്റെ വേഷം. മുടി ക്ലിപ്പ് ചെയ്തുകൊണ്ട് ഒരു സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ചുവന്ന പൊട്ടും നെറുകയിൽ സിന്ദൂരവും ഒരു കുഞ്ഞു ജിമിക്കി കമ്മലും താലിയുമായിരുന്നു ദേവു ഇട്ടിരുന്നത്. ഇളം റോസ് കളർ സാരിയും റോസ് കളർ ബ്ലൗസുമാണ് വിന്ധ്യയുടെ വേഷം. മുടി സൈഡ് വാർച്ചിലെടുത്ത് ഇരുവശത്തേക്കും ഒരുപോലെ പിരിച്ചു വെച്ച് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു റോസ് പൊട്ടും നെറ്റിയിൽ സിന്ദൂരവും ഇട്ടിട്ടുണ്ട്. കുഞ്ഞു ജിമിക്കി കമ്മലും താലിയുമാണ് വിന്ധ്യ ഇട്ടത്. വെള്ളയിൽ ഗോൾഡൻ കളർ വരുന്ന സാരിയും ഒരു നീല ബ്ലൗസുമാണ് മീനുവിൻ്റെ വേഷം. മുടി സൈഡ് വാർച്ചിലെടുത്ത് വിടർത്തിയിട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു കറുത്ത പൊട്ടും അതിനോട് ചേർന്ന ഒരു കമ്മലും ഒരു മോതിരവും
താലിയും നുറുകിൽ കുഞ്ഞു സിന്ദൂരവുമാണ് മീനു ഇട്ടത്. ഒരു നീല സാരിയും അതിനോട് ചേർന്ന നീല ബ്ലൗസുമാണ് വേദയുടെ വേഷം. മുടി നിർവാർച്ചിലെടുത്തുകൊണ്ട് ഒരു സൈഡിലായി ക്ലിപ്പിട്ട് വെച്ചിരുന്നു. ഒരു കുഞ്ഞു കമ്മലും ഒരു കുഞ്ഞു പൊട്ടും നെറുകയിൽ ഒരു നുള്ളു സിന്ദൂരവുമാണ് വേദ ഇട്ടിരുന്നത്. ശേഷം അവർ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി ചന്ദനത്തിരി കത്തിച്ചു വെച്ചു. കൃഷ്ണവിഗ്രഹത്തിൽ ഒരു തുളസിമാല ചാർത്തി. അവർ 4 പേരും കണി കണ്ടുകൊണ്ട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു അങ്ങനെ നിന്നു. ശേഷം അവർ എല്ലാവരും ഓരോരുത്തരുടെയും ഭർത്താക്കന്മാരെ വിളിക്കാനായി റൂമിലേക്ക് പോയി.